രാജ്യത്തിൽ ഏറ്റവും അധികം മത്സരാർത്ഥികൾ ഉള്ളതും എന്നാൽ 1000-നടുത്ത് മാത്രം വിജയികളുള്ള ഭാരതത്തിന്റെ ഭരണചക്രം മുന്നോട്ട് കൊണ്ടുപോകേണ്ട മികച്ച ദേശസേവകരെ കണ്ടെത്തുന്ന UPSCയുടെ അഭിമാനമായ പരീക്ഷയാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. 2015 നടന്ന പരീക്ഷയിൽ ആകെ 1078 പേരുകളാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതിൽ 24 മലയാളികളും ഉൾപ്പെടുന്നു. 2016 സിവിൽ സർവീസ് പ്രിലിംസ് പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷയും ക്ഷണിച്ചിരിക്കുന്നു. സിവിൽ സർവീസിലെ വിജയ വഴി എന്താണ് എന്നാണ് ഇന്ന് അവസരം പരിശോധിക്കുന്നത്. ഇക്കൊല്ലം റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ ഒരു വ്യക്തി തന്നെയാണ് ഇന്നത്തെ അതിഥി. ആദ്യത്തെ ചാൻസിൽ തന്നെ സിവിൽ സർവീസ് ലഭിച്ച MTech ഹോൾഡർ കൂടിയായ ഗായത്രി അമ്മയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഗായത്രി, സ്വാഗതം അവസരത്തിലേക്ക്. തുടക്കത്തിൽ തന്നെ ദൂരദർശനത്തിന് ഒപ്പം പ്രേക്ഷകരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഗായത്രി, ആദ്യത്തെ തവണ തന്നെ ഈ ഒരു എക്സാം, വളരെ അഭിമാനമായ എക്സാം പാസ്സായിരിക്കുന്നു. പ്രേക്ഷകരിൽ പലരും ഈ പരീക്ഷയ്ക്കായിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലവരും സിവിൽ സർവീസിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. അപ്പം ഗായത്രിയിൽ നിന്ന് തന്നെ എന്താണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ, അതിന്റെ ഒരു ഫ്ലോ എങ്ങനെയാണ്, പരീക്ഷയെ പറ്റി ഒന്ന് വിശദമായി സംസാരിക്കാമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? സിവിൽ സർവീസ് 3 തട്ടികയിലാണ് അവർ കണ്ടുപിടിക്കുന്നത് ആ സിവിൽ സർവന്റ് ആരാണ്. ആദ്യത്തെ സ്റ്റേജ് പ്രിലിമിനറി സ്റ്റേജ്, വിച്ച് ഈസ് ഒബ്ജക്റ്റീവ് ആണ് അതിന്റെ ക്വസ്റ്റ്യൻസ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തരും, അതിനകത്ത് 4 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കും 2/3 നെഗറ്റീവ് മാർക്കുമാണ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഒരു 100 ക്വസ്റ്റ്യൻ കാണും. രണ്ടാമത്തെ പേപ്പർ, 2 പേപ്പർ ഉണ്ട് അതിന്. രണ്ടാമത്തെ പേപ്പർ ക്വാളിഫിക്കേഷൻ പേപ്പറാണ്. ഇംഗ്ലീഷും സ്കൂൾ സ്റ്റേജിൽ തന്നെ പഠിക്കുന്ന മാത്സും ഒക്കെയാണ് അതിനകത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ്, അതായത് പ്രിലിമിനറി കയറി കഴിഞ്ഞാൽ, ഇപ്രാവശ്യം 15,000 ആൾക്കാരാണ് പ്രിലിമിനറി കയറിയത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജസ് മെയിൻസ് എക്സാം. അത് ഡിസംബർ സമയത്തായിരിക്കും വരുന്നത്. ആ ഒരു എക്സാം റിട്ടൺ എക്സാം ആണ്, ഒബ്ജക്റ്റീവ് എക്സാം ആണ്. 2 കമ്പൽസറി ക്വാളിഫിക്കേഷൻ പേപ്പർ, അതായത് ഒരു റീജിയണൽ ലാംഗ്വേജും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജും ഉള്ളതാണ് 2 ക്വാളിഫിക്കേഷൻ പേപ്പർ. അത് കഴിഞ്ഞാൽ 7 അല്ലാത്ത റിട്ടൺ ഉള്ള പേപ്പറുണ്ട്. 4 ജനറൽ സ്റ്റഡീസ് പേപ്പറും 2 ഓപ്ഷണൽ പേപ്പറും ഒരു എസ്സേയുമാണ് അതിൻ്റെ പേപ്പേഴ്സ് ഉള്ളത്. അത് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്രാവശ്യം അറൌണ്ട് 2700 പേരാണ് അതിനകത്ത് ക്ലിയർ ചെയ്യുന്നത്. തേർഡ് സ്റ്റേജിൽ വരുന്നത് ഇന്റർവ്യൂ ആണ്, അത് ക്ലിയർ ചെയ്യുന്നവർക്ക്. ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഈ 1078 പേരാണ് കയറിയത്. ടോട്ടൽ മാർക്സ്, അതായത് പ്രിലിമിനറിയുടെ മാർക്ക് എവിടെയും കൂട്ടുകയില്ല. അതൊരു ക്വാളിഫിക്കേഷൻ എക്സാം ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പ്രിലിമിനറി. മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും കൂടി മാർക്ക് ഒരുമിച്ച് 2025 മാർക്കാണ് ഫൈനൽ റിസൾട്ടിൽ വരുന്നത്. ഓക്കെ, ഇതിലിപ്പോ ഏറ്റവും ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസ് എക്സാമിനേഷൻ ആണ്. അതിന് 2 പേപ്പർ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പക്ക ക്വാളിഫയിങ് ആണ്, മറ്റേത് ജസ്റ്റ് അതിന്റെ മാർക്ക് കൗണ്ട് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. അതെ, പേപ്പർ 2 ഉണ്ട്. യെസ്. അപ്പം ഈ ഫസ്റ്റ് പേപ്പറിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഏതൊക്കെ ടോപ്പിക്സ് ആയിരിക്കും അതിൽ ഉൾപ്പെടുന്നത്? അതുപോലെ തന്നെ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ ബുക്സും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് എന്തൊക്കെയാണ് അതിന്റെ ഒരു സോഴ്സസ്? പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു സിലബസ് ഇറക്കിയിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഒരുവിധം കാര്യങ്ങളെല്ലാം സ്കൂൾ ടൈമിൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി എന്ന് പറയുന്ന അങ്ങനത്തെ 3-4 കുറേ ഒരു ജനറൽ സയൻസ്, അങ്ങനെ ഒരു തട്ടിക തന്നെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ബുക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERT ആണ് അവർ ബേസ് ആയിട്ട് പറയുന്ന ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് എസ്പെഷ്യലി ജോഗ്രഫിക്കും ഹിസ്റ്ററിക്കും ഒക്കെ ഫണ്ടമെന്റൽ ആയിട്ട് നോക്കേണ്ടത് NCERT ആണ്. പിന്നെ ഹിസ്റ്ററി ആണെങ്കിൽ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്പെക്ട്രം പബ്ലിക്കേഷൻസിന്റെ ഒരു പുസ്തകമുണ്ട്. അത് പ്രിലിംസിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ജോഗ്രഫിക്ക് മെയിൻ സോഴ്സസ് NCERT. അതിൽ നിന്ന് പിന്നെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഗോച്ചിങ് ലോങ് എന്ന് പറഞ്ഞ ഒരു ബുക്കുണ്ട്. ഫിസിക്കൽ ജോഗ്രഫി, അതെ, ജിയോമോർഫോളജി ആണ് അതിനകത്ത് ഏറ്റവും നല്ലത്. ക്ലൈമറ്റോളജി എന്ന് പറഞ്ഞ വേറൊരു ഭാഗം കൂടെ ഉണ്ട്. അതിൽ നിന്ന് നോക്കിയില്ലെങ്കിൽ സാരമില്ല. ജിയോമോർഫോളജി എന്ന് വെച്ചാൽ ആദ്യത്തെ ഹാഫ് ഗോച്ചിങ് ലോങ്ങിലെ വളരെ നല്ലതാണ്. പിന്നെ വരുന്നത് എക്കണോമിക്സ്. അതിന് ശങ്കർ ഗണേഷ് എന്നുള്ളൊരു ബുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. എനിക്ക് ഫണ്ടമെന്റൽസ് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് ഈ ശങ്കർ ഗണേഷ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ജനറൽ സയൻസിന് NCERT തന്നെയാണ് നോക്കുന്നത്. അത് പക്ഷേ ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഒന്നും നമുക്ക് ജനറൽ സയൻസിന് പറയാനില്ല. അതുകൊണ്ട് മാക്സിമം ജനറൽ സയൻസിൻ്റെ കാര്യങ്ങൾ എനിക്കൊന്ന് ഏതെങ്കിലും വെബ്സൈറ്റിൽ, ഇപ്പോൾ exaam.in എന്ന് പറഞ്ഞ സൈറ്റിൽ കുറേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതിൽ നിന്ന് നോക്കി ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സയൻസ് നോട്ട്സ് വായിക്കാൻ നല്ലതാണ്. വിഷൻ IAS എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ ഇറക്കുന്നുണ്ട് സയൻസ് ആൻഡ് ടെക്കിൻ്റെ ബുക്സൊക്കെ.
അത് നോക്കിയാൽ മതിയാവും. മിസ് ചെയ്ത് പോയത് പോളിറ്റി ആണെന്ന് തോന്നുന്നു. പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റീന് ഏറ്റവും നല്ലത് ലക്ഷ്മികാന്ത് ആണ്. ലക്ഷ്മികാന്ത് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്ക് ഫണ്ടമെന്റൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഫസ്റ്റ് കവർ ടു കവർ പഠിക്കേണ്ട ഒരു ബുക്കാണ് പൊളിറ്റി. പൊളിറ്റി പഠിക്കാൻ നേരം ആദ്യം വായിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന്. കാരണം നമുക്ക് സിവിക്സ് എന്ന് പറയുന്ന ടോപ്പിക് സ്കൂൾ ടൈമിൽ വളരെ വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്. പക്ഷെ അത് പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം വന്ന് ഒന്നുകൂടെ ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു പുതിയ പെർസ്പെക്റ്റീവ്, പുതിയ ദിശയിൽ തന്നെ കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റും. മാത്രമല്ല സിവിൽ സർവന്റ് എപ്പോഴും റൂൾസ് ഫോളോ ചെയ്താണല്ലോ പോകുന്നത്. അപ്പൊ എന്താണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് മനസ്സിലായി. കാരണം ഇന്ത്യ എന്താണെന്നുള്ള അതിലാണല്ലോ മനസ്സിലായാൽ പോലും. ഇപ്പൊ നമ്മള് ഗായത്രിയുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലായിരുന്നു, GEC ബാട്ടൺ ഹില്ലിൽ നിന്നായിരുന്നു. പിന്നീട് അതിനിടയിൽ ഇപ്പൊ നമുക്ക് ഒരു പ്രേക്ഷകൻ വന്നിട്ടുണ്ട് മലപ്പുറത്ത് നിന്നും, സിറാജുദ്ദീൻ. ഹലോ സിറാജുദ്ദീൻ, സ്വാഗതം അവസരത്തിലേക്ക്, സംസാരിച്ചോളൂ. ഹലോ. സിറാജുദ്ദീൻ, സ്വാഗതം അവസരത്തിലേക്ക്. എന്താണ് സംശയം? ഗുഡ് മോർണിംഗ് സർ. സാർ എനിക്ക് ഡൗട്ട്, ഞാൻ MBA കഴിഞ്ഞാൽ 2012 ബാച്ച് ഉസ്മാനിയ യൂണിവേഴ്സിറ്റി. അപ്പൊ സിവിൽ എഴുതണമെന്നുണ്ട്. അപ്പൊ അതിന്റെ ഏജ് ലിമിറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ അതിന് 32 ഇയേഴ്സ് വരെയാണ് എഴുതാൻ പറ്റുന്നത്. 6 അറ്റംപ്റ്റ്സ് ആണ് ഉള്ളത്. OBC ആണെന്നുണ്ടെങ്കിൽ, അതായത് അതർ ബാക്ക്വേർഡ് ആയിട്ടുണ്ടെങ്കിൽ 35 ഇയേഴ്സ് വരെ എഴുതാൻ പറ്റും. 9 അറ്റംപ്റ്റ്സ് അവൈലബിൾ ആണ്. SC ഷെഡ്യൂൾഡ് വിഭാഗത്തിൽ. അപ്പൊ എത്ര വയസ്സായി? വയസ്സ് 31. അപ്പോൾ യു ക്യാൻ ഈസിലി ട്രൈ. നമുക്കൊന്ന് OBCയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട് OBC ആയിട്ട്. അങ്ങനെ അപ്ലൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. നോ മാറ്റർ. പിന്നെ വേറെ ഡൗട്ടും കൂടി ചോദിച്ചാൽ, നമ്മളിപ്പോ MBA കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സാംഷൻ ഉണ്ടോ? നമുക്ക് പ്രിലിമിനറി എക്സാം ഡയറക്റ്റ് ചേരാൻ പറ്റുന്നതാണ്? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. എന്തായാലും പ്രിലിമിനറി സ്റ്റേജ് കിട്ടിയാൽ മാത്രമേ നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ യാതൊരു തരത്തിലുള്ള അങ്ങനെ ഇല്ല, ഷോർട്ട് ആയിട്ടില്ല. പ്രിലിമിനറി എക്സാം നടക്കുന്നത് ഏത് മാസത്തിലാണ്? ഈ ഓഗസ്റ്റ് മാസത്തിലാണ് പ്രിലിമിനറി നടക്കാൻ പോകുന്നത്. ഇപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. 27 ആണെന്ന് തോന്നുന്നു എന്റെ അവസാനത്തെ ഡേറ്റ്. ഈ മാസം 27th അതിന്റെ ഡേറ്റ്. നമ്മൾ അവസരത്തിൽ പറയുകയും ചെയ്തിരുന്നു. അധികം ദിവസങ്ങളില്ല, പെട്ടെന്ന് തന്നെ രജിസ്റ്റർ. ഒപ്പം UPSCയുടെ സൈറ്റിൽ ഇതിനെപ്പറ്റി എല്ലാം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെയാണ് എക്സെപ്ഷൻ കൊടുത്തിട്ടുള്ളത്, ഏജ് ലിമിറ്റ്, മറ്റു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് UPSCയുടെ സൈറ്റിലുണ്ട്. അതും കൂടി സിറാജുദ്ദീൻ നോക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ വിദ്യാഭ്യാസ കാലത്തെ പറ്റിയാണ്. കാരണം ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു GEC ബാട്ടൺ ഹില്ലിൽ നിന്ന്. പിന്നീട് NIT സുരത് കല്ലിൽ നിന്നും VLSIയിൽ MTech എടുത്തിരിക്കുന്നു. പക്ഷേ ഐച്ഛിക വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് എക്കണോമിക്സ് ആണ്. എന്തുകൊണ്ട് എക്കണോമിക്സ്? വൈ നോട്ട് എഞ്ചിനീയറിംഗ്? ഫസ്റ്റ് തിങ് ഈസ് ഇലക്ട്രോണിക്സ് എന്നുള്ളൊരു ഓപ്ഷണൽ പേപ്പർ ഇല്ല. അതാണ് ബേസിക് കാരണം മാറ്റാനായിട്ട്. രണ്ടാമതായിട്ട് നമുക്ക് മെയിൻസിൽ GS3 എന്നുള്ള പേപ്പറിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വരുന്നത് എക്കണോമിക്സ് എന്നുള്ളൊരു സബ്ജക്റ്റിൽ നിന്നാണ്. GS3 എന്ന പേപ്പർ മെയിൻസിലെ. ആൻഡ് ഞാൻ MTechലായിരുന്നപ്പോൾ ചെറുതായിട്ടൊക്കെ എക്കണോമിക്സ് വായിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ഡൈനാമിക് നേച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എക്കണോമിക്സ് എടുത്തത്. പിന്നെ മാർക്കാണെങ്കിലും അങ്ങനെ ഒരു പിടിച്ചിടുന്ന ഒരു പേപ്പർ ആണെന്ന് എനിക്ക് തോന്നിയില്ല. എൻ്റെ മെയിൻ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ മെയിൻസിന്റെ കാര്യത്തിലോട്ടാണല്ലോ വന്നത്. മറ്റെന്തെല്ലാം ഐച്ഛിക വിഷയങ്ങളാണ് ഉള്ളത്? ഐ മീൻ ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ് ഉള്ളത്. പൊതുവെ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും, അല്ലെങ്കിൽ വലിയൊരു പ്രോബ്ലമാണ് ഏത് ഓപ്ഷണൽ പേപ്പർ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ ഓപ്ഷണൽ പേപ്പേഴ്സ് ആണ് ഉള്ളത്? ആ ഒരു സെലക്ഷൻ എങ്ങനെയായിരിക്കണം ഒരു കാൻഡിഡേറ്റ് സ്വീകരിക്കേണ്ടത്? ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പേപ്പർ, ഓപ്ഷൻ പേപ്പർ എന്ന് പറയുന്നത് ജിയോഗ്രഫി, പബ്ബാഡ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, ആന്ത്രോപോളജി, മലയാളം, അങ്ങനെയുള്ള പേപ്പേഴ്സാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഒരു ലിസ്റ്റ് തന്നെ ഉണ്ട് UPSCയുടെ ഏതൊക്കെ എടുക്കാമെന്ന്. പക്ഷേ നോക്കേണ്ട 4-5 പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്തുമാത്രം മാർക്ക് സ്കോറിംഗ് ആണ് ഓരോ പേപ്പർ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജിയോഗ്രഫി ആണെങ്കിൽ ഈ വർഷം നല്ല സ്കെയിലിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ നല്ലോണം മാർക്ക് പിടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കുക. പിന്നെ വായിച്ച് നോക്കുക. ബേസിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്സ് അവർ പറയുന്നുണ്ടാകും. അതൊന്ന് വായിച്ച് നോക്കുക. ഹൗ മച്ച് ഇൻട്രസ്റ്റഡ് യു ആർ. കാരണം ഒരു വർഷം മൊത്തം നിങ്ങൾ അതിൻ്റെ ഡീപ്പർ കാര്യങ്ങൾ വായിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതൊന്ന് അന്വേഷിക്കുക. എങ്ങനെയുണ്ട്, ഒരു ബേസിക്കായിട്ട് ഐഡിയ ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. മൂന്നാമതായിട്ട് ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്
പെർപ്പച്വലായിട്ട് ഒരു വർഷം മൊത്തം പഠിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അതിൻ്റെ റിസോഴ്സസ് അവൈലബിൾ ആണോ എന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ ജോഗ്രഫിക്ക് ആണെങ്കിലും എല്ലാത്തിനും നല്ലോണം റിസോഴ്സസ് അവൈലബിൾ ആണ്. ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ അധികം റിസോഴ്സസ് നമുക്ക് അധികം കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അത് നോക്കിയിട്ട് എന്തുമാത്രം റിസോഴ്സസ് അവൈലബിൾ ആണെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഒരു ഗൈഡൻസ് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, ഇതിനിടയിൽ രണ്ട് സംശയം എന്നതാണ്. ഒന്ന്, എക്കണോമിക്സിന് എത്രമാത്രം എത്രമാത്രം സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളതും, ഒപ്പം മലയാളം എങ്ങനെയായിരുന്നു ഇക്കൊല്ലം UPSCയിൽ ഒരു ഘടകമായി വന്നത്? മലയാളം പേപ്പറിന് അതായത് കുറച്ച് ടൈറ്റ് ആയിട്ടാണോ വാല്യുവേഷൻ നടത്തുന്നത്? അങ്ങനെ ഒരു ചെറിയ സംശയം കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു. മലയാളം ഓപ്ഷണൽ, അത് ഓരോ വർഷം ഓരോ പോലെ ഇരിക്കും. മലയാളത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നമ്മളുടെ തന്നെ മലയാളം പ്രൊഫസേഴ്സ് തന്നെ ആയിരിക്കും കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് നാളത്തെ പ്രിപ്പറേഷൻ മതി എന്നാണ് പറയുന്നത്. ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട് അവർക്ക്. ആ ഒരു സിലബസ് വായിച്ചു തീർക്കാൻ പറ്റുവാണെങ്കിൽ ആ ഒരു ലിറ്ററേച്ചറിൻ്റെ രീതിയിൽ വരുന്ന ആ ഒരു ഭയങ്കര കടിച്ച് പിടിച്ചുള്ള ഒരു മാർക്കിംഗ് അല്ല പൊതുവെ ഇപ്പോൾ കാണുന്നത്. എക്കണോമിക്സ് ആണല്ലോ പഠിച്ചത്, അപ്പൊ അതിനെ പറ്റിയും കൂടി ജസ്റ്റ് ഒന്ന് പറയാമോ? അതായത് അതിന്റെ മെറ്റീരിയൽസ് മറ്റു കാര്യങ്ങളും ഒരു ടൈം ഫ്രെയിമിൽ പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണോ അതോ കുറച്ച് വാസ്റ്റ് ആണോ? എങ്ങനെയായിരുന്നു? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എക്കണോമിക്സ് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചിലവർക്ക് അത് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു. കാരണം ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിരുന്നു ഈ എക്കണോമിക്സ് പഠിക്കാനായിട്ട്. ചേർന്നവർ പലരും ഈ ഓപ്ഷൻ വേണ്ടാന്ന് പറഞ്ഞ് വേറെ എടുത്ത് പോയിട്ടുണ്ട്. സോ അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് വേണം തീരുമാനിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്, മോർ ദാൻ മാർക്സ്. ഗായത്രി, ഇതിന്റെ കൊല്ലത്ത് നിന്ന് നമുക്കൊരു പ്രേക്ഷകൻ നാസർ ചേരുന്നുണ്ട്. ഹലോ നാസർ, സ്വാഗതം അവസരത്തിലേക്ക്. എന്താണ് സംശയം? ഹലോ നാസർ, കേൾക്കുന്നുണ്ടോ? ശരി, സ്വാഗതം അവസരത്തിലേക്ക്. എന്താണ് സംശയം? ഗായത്രി നമ്മോടൊപ്പം ഉണ്ട്, ചോദിച്ചോളൂ. Okay. And please lower the volume of your TV and kindly listen to the phone alone. Okay? Hello. Yeah, we can hear you. Tell me. What's the age limit for civil service? Okay, we have already discussed that point, but still, Gayatri. UPSC എന്താണ് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് എന്നനുസരിച്ച് അതിനൊരു ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. സോ അത് UPSC സൈറ്റിൽ കയറി കൺഫേം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആ ഒരു ഡേറ്റ് ഓർമ്മയില്ല. I am doing my degree in Kerala University. After 1 year, I can finish that university course. After that, I would like to join civil service exam. One day I called to Kollam IIS coaching center. They told me age limitation is 38. That's why I got it. അല്ല, ഓപ്പൺ കാറ്റഗറി ആണോ? You belong to the open category? ഓപ്പൺ കാറ്റഗറി ആണോ? Yes, yes. ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ 32 years ആണ് അവരുടെ ഏജ് ബാർ പറഞ്ഞിരിക്കുന്നത്. സോ Ma'am, I have one doubt. What is the open category? ഓപ്പൺ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവേഷൻ ഇല്ലാത്ത കാറ്റഗറിനെയാണ് ജനറൽ കാറ്റഗറി എന്ന് പറയുന്നത്. ആ കാറ്റഗറിയിലാണെങ്കിൽ 32 years ആണ് അവരുടെ ഏജ് ബാർ പറയുന്നത്, ഏജ് ലിമിറ്റ് പറയുന്നത്. OBC ആണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് ആ ഒരു ഡേറ്റ് ഒക്കെ അനുസരിച്ച് മാറും. എന്താണ് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് അനുസരിച്ച് മാറും. അത് UPSC സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒത്തന്റിക് ആയിരിക്കും. It would be nice that you check the website www.upsc.nic.in. In that website, all the details are there, especially regarding your age limit. Okay? Yeah, വിളിച്ചതിന് വളരെ നന്ദി. നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ആ ഒരു എക്കണോമിക്സിന്റെ പഠനത്തെ പറ്റിയാണ്. അപ്പൊ പഠനഭാരം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ എക്കണോമിക്സുമായിട്ട് മുന്നോട്ട് പോവുക. അതെ 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 എക്കണോമിക്സ് നല്ല സ്കോറിംഗ് എന്ന് പറയാനില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പേപ്പറാണ്. അധികം പേര് ഓപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നല്ലതായിരിക്കും. കോമ്പറ്റീഷൻ കുറവാണ്. ഇതിനിടയിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം, അതായത് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അതായത് IAS ആസ്പിറന്റ് ആയിട്ടുള്ള കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പൊ മാതാപിതാക്കൾ പോലും അങ്ങോട്ട് ഗൈഡ് ലൈൻ അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡിൽ തുടങ്ങുന്നവർ, 12th തുടങ്ങുന്നവർ, ഇപ്പൊ അല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. പക്ഷെ ഗായത്രിക്ക് MTech പഠിച്ചു തുടങ്ങിയ ടൈമിലാണ് ഒരു ആഗ്രഹം വന്നത്. എന്തുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് ആഗ്രഹം വരാൻ റീസൺ? ടെക്നിക്കലായിരുന്നു ഓൾവേസ് എൻ്റെ ഒരു ആസ്പിറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. MTech ഞാൻ സൂററ്റിലാണ് ചെയ്തത്, ഗുജറാത്തിൽ. അവിടെയാണ് ഞാൻ ഒരു നമ്മളുടെ കേരളത്തിൽ കാണാത്ത തരത്തിലുള്ള ഒരു അബ്ജക്ട് പോയിട്ട് ഞങ്ങളുടെ ക്യാമ്പസിൽ തന്നെ കാണാൻ ഇടയുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം എനിക്കൊരു നല്ലൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ലൈക്ക് മൈൻഡഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ചെറിയ സർവീസൊക്കെ ചെയ്യാൻ തോന്നി. ആ ഒരു സർവീസിൽ എനിക്ക് നല്ലൊരെണ്ണം എൻതൂസിയാസം തോന്നി. മറ്റ് ടെക്നിക്കൽ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഭയങ്കര അധികം എൻതൂസിയാസം തോന്നി. ഐ തോട്ട് ഓക്കെ സർവീസാണ്
ഇനി എൻ്റെ പ്രൊഫഷൻ എന്ന് തോന്നി. അപ്പം സർവീസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അത് സസ്റ്റൈനബിൾ ആയിരിക്കണം. അങ്ങനെ സസ്റ്റൈനബിൾ ആയിരിക്കണം എൻ്റെ കരിയറും കൂടി അതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ വളരെയധികം സസ്റ്റൈനബിൾ ആണെന്ന് തോന്നി. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് സിവിൽ സർവീസ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നി. പക്ഷേ ഒരു ഡൗട്ട്, ഇപ്പോൾ ടെക്നിക്കലി പഠിക്കുന്ന ടൈം ഇപ്പോൾ ബാച്ചിലേഴ്സ്, അതിൻ്റെ ഇടയിൽ നമുക്കിപ്പോൾ ഒരു പ്രേക്ഷക വന്നിട്ടുണ്ട് എറണാകുളത്ത് നിന്നും അറിയാവുന്ന പ്രേക്ഷക. ഹലോ മരിയ. ഹലോ. സ്വാഗതം അവസരത്തിലേക്ക്. ഗായത്രി ഉണ്ട്, എന്താണ് സംശയം? ഹലോ, താങ്ക് യു. ആദ്യം തന്നെ ഐ എം വെരി എക്സൈറ്റഡ് ആൻഡ് ആ ചേച്ചിക്ക് എന്റെ ഹാർട്ട്ലി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. മരിയ, അപ്പൊ എക്സൈറ്റ്മെന്റ് മാറ്റി ടിവിയിലെ വോളിയം കുറച്ച് ഫോണിലൂടെ എന്താണ് സംശയം ചോദിച്ചോളൂ. ഞാൻ കഴിഞ്ഞ ഫൈനൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എനിക്ക് IPS ആവണം, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ സിവിൽ സർവീസിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഡിഗ്രി ഏതാണെന്ന് എനിക്കൊന്ന് പറഞ്ഞുതരാമോ? എല്ലാ ഡിഗ്രിക്കും ഈക്വൽ പ്രോബിലിറ്റി ആണ് കിട്ടാനായിട്ട്. അതായത് ഈ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്, ഈ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ മോശമാണെന്നൊന്നും ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏതിനകത്ത് വിഷയം എടുത്തിരിക്കുന്നത്? ഡിഗ്രി സയൻസ് ഗ്രൂപ്പ്. ഓക്കെ, BSc 12th കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. സയൻസ് ഗ്രൂപ്പ് ആണ് എടുത്തിരിക്കുന്നത് അല്ലേ? സിവിൽ സർവീസിൽ പോകുമ്പോൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഡിഗ്രി കോഴ്സ് ഏതെങ്കിലും ഓപ്ഷൻ സബ്ജക്റ്റിന് ഏതെങ്കിലും ഡിഗ്രി കോഴ്സ് എടുക്കുകയാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ അതൊരു പ്രോബിലിറ്റി ഉള്ളത് ചിലപ്പോൾ ഇനി 2 വർഷത്തിനുള്ളിൽ ഓപ്ഷൻ സബ്ജക്റ്റ് എടുത്ത് കളയാൻ സാധ്യതയുണ്ട്. സോ ബെസ്റ്റ് ഓപ്ഷൻ വുഡ് ബി ഏതെങ്കിലും കരിയറിനും കൂടി, ഇൻ കേസ് നമുക്ക് സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പോകാൻ വേറെ ഏതെങ്കിലും നല്ല ഓപ്ഷൻ ഉള്ള ഏതാണോ അതിന് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് താൻ തന്നെ തൻ്റെ ഇൻട്രസ്റ്റും എല്ലാം കൂടി നോക്കി വീട്ടുകാരോടൊക്കെ സംസാരിച്ച് ഏറ്റവും നല്ല പ്രൊഫഷൻ കിട്ടാൻ, ഈ സിവിൽ സർവീസ് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് പ്രൊഫഷൻ കിട്ടാനുള്ളൊരു ചോയ്സ് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഓപ്ഷണൽ സബ്ജക്റ്റിന് വേണ്ടി ഒരു ഡിഗ്രി എടുക്കുന്നത് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല. മരി, ഏത് പ്രൊഫഷൻ എടുത്താലും മതി, അവസാനം അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ ഇതിലോട്ട് വരിക എന്നുള്ളതാണ് അതിലെ പ്രധാനം. ഒരു വർഷത്തെ പ്രിപ്പറേഷൻ സത്യം പറഞ്ഞാൽ മതി സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാനായിട്ട്. സോ അത് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഒരു ഗ്രാജുവേഷൻ എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഹലോ, എനിക്കൊന്ന് കോൾ ഡ്രോപ്പ് ആയി തോന്നുന്നു. എന്തായാലും മെരിയയ്ക്ക് ഞങ്ങളെ ബെസ്റ്റ് വിഷസ് നേരുന്നു. മെരിയയിൽ ആഗ്രഹം പോലെ ഒരു IPS ഓഫീസറായിട്ട് വരട്ടെ സർവീസിലോട്ട് എന്ന് നമ്മൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു. അതെ, അതുപോലെ തന്നെ അതായത് എനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലവും 2nd റാങ്ക് ഹോൾഡറിനാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തത്. അവസരത്തിൽ എന്റെ ഫസ്റ്റ് എപ്പിസോഡായിരുന്നു അത്. ഞാനിപ്പോൾ പിന്നെ അടുത്തൊരു IAS ഓഫീസർ ആവാൻ പോകുന്ന ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്യുന്നു. മെരിയയും അതുപോലെ ഈ സീറ്റിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ഇടയിൽ പൊതുവെ എല്ലാവരും പറയുന്നത് ഒരു 5 കൊല്ലം 6 കൊല്ലം വേണം പ്രിപ്പറേഷന് വേണ്ടി. ഇപ്പൊ തന്നെ പറഞ്ഞു 1 കൊല്ലത്തിന്റെ ആവശ്യമുള്ളൂ. അത് ജസ്റ്റ് പ്രേക്ഷകർക്ക് ഒരു വലിയ ഡൗട്ട് അറിയാം, ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാമോ? ഒരു നമ്മളുടെ പ്രിലിംസ് എന്ന് പറയുന്നത് അതിനകത്ത് കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ്, ഡയറക്ട്ലി കറണ്ട് അഫയേഴ്സിന് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ആ സ്റ്റാറ്റിക് സബ്ജക്ട് നമ്മൾ നല്ലോണം തറവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് വിത്ത് ഫ്യൂ ടാക്ടിക്സ് അത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. മെയിൻസ് വരുമ്പോഴത്തേനും ആ ഒരു വർഷം ഡിസംബർ ടു ഡിസംബർ ആ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ആ വർഷത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 1 വർഷത്തെ പ്രിപ്പറേഷൻ മതി. 1 വർഷത്തെ പ്രിപ്പറേഷനും 1 വർഷത്തെ എക്സാമും അങ്ങനെയാണ്. ഇതിനിടയിൽ പലവരും പറയുന്ന ഒരു ഇത് വേറൊരു ധാരണപ്പശകാണ് അല്ലെ, 3 കൊല്ലം വേണം 4 കൊല്ലം വേണം എന്ന് പറയുന്നത്. അത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ലൈക്ക്നെസ്, ആ ഒരു സിവിൽ സർവീസ് കിട്ടാനായിട്ടുള്ള ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു ലൈക്ക്നെസ് വളരെ കുറവാണ് ഫസ്റ്റ് ചാൻസിൽ. മിക്കവാറും 3rd ഉം 4th അറ്റംപ്റ്റിലൊക്കെയാണ് പലരും കിട്ടുന്നത്. അതുകൊണ്ടുള്ളൊരു പ്രോബ്ലം ആയിരിക്കാൻ സാധ്യതയുണ്ട്. തന്നെ കിട്ടിയാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ വല്ല ഒളിഞ്ഞിരിപ്പുണ്ടോ? ആക്ച്വലി ഒത്തിരി ഉണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞാൽ ഒത്തിരി ടാക്ടിക്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാർഷൽ ആർട്സ് പോലെയാണ് സിവിൽ സർവീസിനാണ്. അതായത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊളിയും, പ്രിക്സിൽ ഇടും. എന്തായാലും ആ രഹസ്യങ്ങൾ എനിക്ക് വിശദമായിട്ട് അറിയാം. മുരുക്കുംപുഴയിൽ നിന്നും നമുക്കൊരു പ്രേക്ഷകൻ ഇപ്പൊ ചേരുന്നുണ്ട്, സജിത്. ഹലോ സജിത്. സഞ്ജിത്ത്, സ്വാഗതം അവസരത്തിലേക്ക്. എന്താണ് സംശയം? ടിവിയിലെ വോളിയം കുറച്ചിട്ട് ഫോണിലൂടെ മാത്രം സംസാരിച്ചു. ആയിക്കോട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ ഗായത്രി, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സർ. ഓക്കെ, ഞാൻ മുരുക്കുമ്പോഴാണ് വിളിക്കുന്നത്. എനിക്ക് ഒരു കാര്യം അറിയണ്ടേ, ലൈക്ക് എവിടെയാ കോച്ചിങ് നടത്തിയത്? ലൈക്ക് ഈ പ്രിപ്പറേഷൻ ബാക്കിയുള്ള പരിപാടിക്കൊക്കെ എവിടെയാണ് കോച്ചിങ് പോയത്? പിന്നെ രണ്ടാമതൊരു ജനറൽ കാര്യമാണ്, ലൈക്ക് 1 year ട്രെയിനിങ് ആണല്ലോ. അപ്പം ഈ ഒരു പേസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? ലൈക്ക് നമുക്ക് കോൺഫിഡൻസ് കുറയാം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഈ പേസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എങ്ങനെ പറ്റി? അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് 2 കാര്യങ്ങൾ. ഗായത്രിയിലേക്ക് ഞാൻ ആ ചോദ്യങ്ങൾ വരാനായിട്ട് ഇരിക്കുവാൻ. അപ്പൊ എന്തായാലും നേരത്തെ ചോദിച്ചതിന് വളരെയധികം നന്ദി. പറഞ്ഞോളൂ. ഞാൻ ചെന്നൈയിലായിരുന്നു പോയി നിന്നത്, ശങ്കർ ഐസ് അക്കാഡമി. എനിക്ക് വീട്ടിൽ നിന്ന് എന്തായാലും ഒന്ന് മാറി നിൽക്കണം എന്ന് തോന്നിയോണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്ഥലം ചൂസ് ചെയ്തത്.
ഒരു വർഷത്തെ കോച്ചിങ് ആണ്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഒത്തിരി ഉണ്ടാകും. പക്ഷേ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് കോൺഫിഡൻസ്. നമുക്ക് എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. വി ആർ ഈക്വലി ഗുഡ്. ഈ എഴുതുന്ന ആരൊക്കെയാണോ അവരെല്ലാവരും ഈക്വലി ഗുഡാണ്, നമ്മൾ ഒട്ടും കുറവല്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് ആദ്യം വേണ്ടത്. പിന്നെ ഈ സിവിൽ സർവീസ് ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് പത്രം വായിക്കുക, എഴുത്തുകൾ എഴുതിക്കൊണ്ടേയിരിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ്. ചില ടാക്ടിക്സ് തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടൊക്കെ അക്വൈൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതെല്ലാം ചെയ്ത് നോക്കുക. തിരിച്ചു പോയി എന്തുകൊണ്ടാണ് അത് തെറ്റിയെന്നുള്ളൊരു സെൽഫ് അനാലിസിസ് ചെയ്യുക. ആ ഒരു സെൽഫ് അനാലിസിസ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അങ്ങനെ തെറ്റ് വരാൻ കാരണം, അതെങ്ങനെ എനിക്ക് ശരിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു മെത്തഡോളജി എന്ന് തോന്നുന്നത് എനിക്ക്. മറ്റേതൊരു സംശയങ്ങളുണ്ടോ സഞ്ജിത്ത്? വിളിച്ചതിന് വളരെ നന്ദി. ആസ്പിറന്റ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ ആശംസകൾ നേരുന്നു സഞ്ജിത്ത്. ഇതിന്റെ പത്രപാരായണത്തിനെ പറ്റി പറഞ്ഞു. പത്രം വെരി ഇമ്പോർട്ടന്റ്. അതിനപ്പുറം ഇപ്പം മൻ കി ബാത്ത് പോലത്തെ പ്രോഗ്രാംസ് ഉണ്ട്. നമ്മുടെ ദൂരദർശന്റെ കീഴിലുള്ള രാജ്യസഭാ ടിവിയിലും ലോക്സഭാ ടിവിയിലും ഡിബേറ്റ്സ് ഉണ്ട്. ദൂരദർശനിൽ തന്നെ സംവാദം എന്ന് പറഞ്ഞ ഡിബേറ്റ് പ്രോഗ്രാം ഉണ്ട്. ഇങ്ങനത്തെ വിഷ്വൽ മീഡിയ എത്രമാത്രം സഹായിക്കാറുണ്ട് പ്രിപ്പറേഷന് വേണ്ടി? 1-2 ബുക്സ് മാത്രമാണോ സോഴ്സ്? ഇന്റർനെറ്റും ഇതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നില്ലേ? 2 കാര്യങ്ങൾ. അതെ, അതിനകത്ത് ഞാൻ നോട്ട് ചെയ്യാൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യസഭാ ടിവിയിൽ ഒരു ബിഗ് പിക്ചർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്. ഡിബേറ്റ് ആണ്, പബ്ലിക് ഫോറം പോലെ. അത് വളരെയധികം യൂസ്ഫുൾ ആണ് ഈ ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ. കഴിഞ്ഞ വർഷമാണെങ്കിൽ പോലും അതിൽ നിന്ന് ഉണ്ടായിരുന്ന ഡിബേറ്റിന് അതൊരു വളരെ എന്താ പറയുക, ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സും ഒരുപാട് പെർസ്പെക്റ്റീവ്സും തരുന്ന ഒരു ഡിബേറ്റ് ആണ്. ബെസ്റ്റ് പേഴ്സണാലിറ്റീസ് ആണ് അവിടെ വരുന്നത്. അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ല പോയിന്റ്സ് കിട്ടുന്നത്. അതൊരു ഫാക്ടറാണ്. പിന്നെ കുറച്ചൊരു എന്റർടൈൻമെന്റ് കൂടി വേണം. നമുക്ക് ഒരിക്കലും ആ ഒരു എനർജി സിവിൽ സർവീസിന് മാത്രം കീപ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഹോബീസ് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്ത് വെക്കുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഹാവ് ഫ്രീക്വന്റ് ചാറ്റ്സ് വിത്ത് ഫ്രണ്ട്സ്. അങ്ങനെയുള്ള ഒരു നമ്മളുടെ വെൽ വിഷിംഗ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് എപ്പോഴും ഒരു കോൺടാക്ട് ഇരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഫേസ്ബുക്കിന്റെ ഒക്കെ ഒരു ഉപയോഗം ഉണ്ട്. സത്യം പറഞ്ഞാൽ കുറേ ഫോറംസ് ഉണ്ട് നമ്മുടെ സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ആ ഒരു അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് ഷെയർ ചെയ്യാറുണ്ട്. ഏതെങ്കിലും മെറ്റീരിയൽസ് വരികയാണെങ്കിൽ അത് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ സിവിൽ സർവീസിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു റാഷണലൈസേഷൻ ആണ്. കാരണം ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതിനകത്ത് എന്ത് വായിക്കണം എന്നുള്ള ഒരു റാഷണലൈസേഷൻ ചെയ്യുന്നതാണ് ഒരു വലിയ ഇമ്പോർട്ടന്റ് തീരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും വിശദമായിട്ട് അതിലേക്ക് വരാം. ഇപ്പം ബാലരാമപുരത്ത് നിന്നും ആകാശ് കൃഷ്ണ പ്രേക്ഷകൻ ചേരുന്നു. ഹലോ ആകാശ്, സ്വാഗതം അവസരത്തിലേക്ക്. എന്താണ് സംശയം? എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, എന്റെ ഒരു ഫ്രണ്ട് MBBS ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുള്ളി പുറത്താണ് ചെയ്യുന്നത്. അത് ഇന്ത്യക്ക് വേണ്ടിയാണ്. അപ്പൊ പുള്ളിക്ക് ഇവിടെ വന്നിട്ട് IAS അപ്പിയർ ചെയ്യാൻ പറ്റുമോ? ഇന്ത്യക്ക് പുറത്താണ്? അതെ, ഇന്ത്യക്ക് പുറത്താണ് ചെയ്യുന്നത്. ഇന്ത്യൻ സിറ്റിസൺ അല്ലേ? ഇന്ത്യൻ സിറ്റിസൺ ആണ്. അപ്പം ഒരു ഏജ് കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം. അവിടെ വന്ന് എഴുതാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ത്യൻ സിറ്റിസൺ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ് ഇത് എഴുതാൻ. അതെ അതെ, മെഡിസിൻ. പക്ഷേ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി കോഴ്സ് ആണ്. അപ്പം MBBS ആണെങ്കിൽ MBBS ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ചോദിച്ചോളൂ. ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. ഞാൻ +2 പഠിക്കുകയാണ്. ഓക്കെ. അപ്പൊ നമുക്കിനി ഇതിന് വേണ്ടി തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏത് കോഴ്സ് എടുക്കുന്നതായിരിക്കും ബെറ്റർ? അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ഒരു സാധാരണ എല്ലാവരും പറയുന്നത് ഓപ്ഷണൽ സബ്ജക്റ്റും ഗ്രാജുവേഷനും ഒരേതാവുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്നാണ്. പക്ഷേ ചിലപ്പോൾ ദർ ഇസ് ഹൈ ചാൻസ് ഈ വരുന്ന വർഷങ്ങളിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് എടുത്തു കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ്, അതായത് ഒരു ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സ് എടുക്കുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഒരു ഗ്രാജുവേഷൻ മതി ഒരു സിവിൽ സർവീസ് അപ്പിയർ ചെയ്യാനായിട്ട്. ആൻഡ് 1 ഇയർത്തെ പ്രിപ്പറേഷൻ മതി എന്നാണ് എൻ്റെ ഒരു അനുഭവം. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഏതെങ്കിലും ജോലി കിട്ടുന്നത്, അതായത് ഈ സിവിൽ സർവീസ് അല്ലെങ്കിൽ വേറൊരു ബാക്കപ്പായിട്ട് ഒരു ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു കോഴ്സ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൊളിറ്റിക്കൽ സയൻസ് ഒരു ഓപ്ഷനിലാണ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒരു ഓപ്ഷനിലാണ്. പൊളിറ്റി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അതൊക്കെ വരുന്ന 2 പേപ്പർ ഉണ്ട് ഓപ്ഷണലിന്. ഒരുപാട് ഓപ്ഷണൽ പേപ്പറിന് പേപ്പർ 2 എന്ന് വരുന്ന മെയിൻലി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ ചെയ്യുന്ന ഒത്തിരി പേപ്പേഴ്സ് ഉണ്ട്. അത് UPSC സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എല്ലാ ഓപ്ഷണൽ പേപ്പറിന്റെയും കാര്യങ്ങളും ഡീറ്റെയിൽസും സിലബസും എല്ലാം. അതൊന്ന് സിലബസ് ഒന്ന് ഓടിച്ചു നോക്കി അത് കംഫർട്ടബിൾ ആണോ, പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയും അതിന്റെ ഏതെങ്കിലും റിസോഴ്സ് അവൈലബിൾ ആണെങ്കിൽ, ബേസിക് റിസോഴ്സ് അവൈലബിൾ ആണെന്ന് വായിച്ചു നോക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഓപ്ഷണൽ പേപ്പറിൽ തീരുമാനം എടുക്കാൻ പറ്റും. മിനിമം ഏജ് എന്ന് പറയുന്നത് 21 ഇയേഴ്സ് ആണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം.
എന്താണ് 21 ഇയേഴ്സ് തൊട്ട് അപ്ലൈ ചെയ്യാം. അതെ, ഡിഗ്രി Degree കംപ്ലീറ്റ് complete ചെയ്യുന്നത് 21 ഇയേഴ്സ് ആണ് അവർ ബാർ വന്നത്, ഡിഗ്രി കംപ്ലീഷൻ ഏജ്. ഓക്കെ, വിളിച്ചാൽ വളരെ നന്ദി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേൺ പോലും ഒരു 3 കൊല്ലത്തിനുള്ളിലാണ് ഒരു ചേഞ്ച് വന്നത്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്, പരീക്ഷകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് മാറ്റങ്ങൾ ഉൾക്കൊണ്ട രീതിയിൽ മുന്നോട്ട് പോകണം. അപ്പൊ ഇതിനായിട്ടൊരു പേപ്പർ എടുക്കുന്ന എപ്പോഴും ചെറിയൊരു മണ്ടത്തരമായി മാറാം. എന്നാ എന്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം. കാരണം നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ വിത്ത് റിസോഴ്സസ് അവൈലബിൾ. ഓക്കെ, ഒരു വലിയൊരു 1-2 മിത്ത് ഞാൻ ചോദിക്കാൻ പോവാണ്. ഫസ്റ്റ് മിത്ത് തന്നെയാണല്ലോ. ഒന്ന്, ഒരു ദിവസം ഒരു 14 മണിക്കൂറെങ്കിലും പ്രിപ്പയർ ചെയ്താൽ മാത്രമേ സിവിൽ സർവീസ് കിട്ടത്തുള്ളൂ. 2, ഒരു കോച്ചിങ് സെന്ററിൽ പോയാൽ മാത്രമേ സിവിൽ സർവീസ് എഴുതിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് രണ്ടും മിത്തുകൾ മാത്രമാണോ അതോ യാഥാർത്ഥ്യങ്ങളാണോ? എന്നാണ് ഇത് മിത്തുകളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാതെ തന്നെ കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു ഫൗണ്ടേഷൻ കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ നല്ലതായേക്കാം. ഇൻ സെൻസ് നമുക്ക് ഒന്നും അറിയത്തില്ല. ഗായത്രി, ഇതിന്റെ ഇടയിൽ നിന്ന് നമുക്കൊരു പ്രേക്ഷക വന്നിട്ടുണ്ട് മുംബൈയിൽ നിന്നും, മീര. ഹലോ മീര, സ്വാഗതം അവസരത്തിലേക്ക്. എന്താണ് സംശയം? ഹലോ. സംസാരിച്ചോളൂ, എന്താണ് സംശയം? ഞാൻ മീര, മുംബൈന്നാ വിളിക്കുന്നത്. ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റാ. ഇപ്പോ SBI ജോലി ചെയ്യുവാ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. അപ്പൊ എന്റെ ഡൗട്ട് ഇതായിരുന്നു, ജോലി ചെയ്തുകൊണ്ട് നമുക്ക് സിവിൽ സർവീസസിൽ അപ്പിയർ ചെയ്യാൻ പറ്റുമോ, സിവിൽ സർവീസസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. അതിന് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, ടെക്നിക്കലി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഒരു വലിയൊരു ടാസ്ക് ആയിരിക്കും. അങ്ങനെ അധികം ആരും അങ്ങനെ ഒരു എൻഡോർ ചെയ്യാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ബാങ്ക് ജോലി എന്നൊക്കെ പറയുന്ന അത്രയും ഒരു ബിസി ഷെഡ്യൂളിന് ഇടയ്ക്ക് ഇത്രയും വലിയൊരു എക്സാം പ്രിപ്പയർ ചെയ്യാന്ന് വെച്ചാൽ, ബിക്കോസ് വി നീഡ് ടു തിങ്ക് ഹു ആർ അവർ കോമ്പറ്റീറ്റേഴ്സ്. 2 ലക്ഷം പേര് നല്ല സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. അവരെല്ലാവരും എല്ലാം കളഞ്ഞ് വന്ന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഒരു ജോലിയിൽ നിന്നുകൊണ്ട് എഴുതുന്നത് എന്തുമാത്രം ഫീസിബിൾ ആണെന്ന് എനിക്ക് അത്ര ഷുവർ അല്ല. ഞാൻ അധികം പേരെ കണ്ടിട്ടുമില്ല അങ്ങനെ ജോലിയിൽ നിന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം വളരെ ടൈം കൺസ്ട്രെയിൻ ഉണ്ടാകും. ഓൾറെഡി ജോലിയിൽ നിൽക്കുകയാണ്, ടയേർഡ് ആയിരിക്കും, ഫോക്കസ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തെങ്കിലും ലീവ് എടുത്ത് പഠിക്കാനാണെങ്കിൽ അതാണ് എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് തോന്നുന്നു. एक्स्ट्रा एफर्ट्स കിട്ടാനായിട്ടോ കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുകയാണ് ഇതിന്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുക, എന്നിട്ട് അതെല്ലാം വീണ്ടും പോയി ഒന്നുകൂടി കാണുക, എങ്ങനെയാണ് ഇതെല്ലാം, എന്തുകൊണ്ടാണ് തെറ്റിയത്, എങ്ങനെ അത് ശരിയാക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, എനിക്ക് ഈ ഇടയ്ക്ക് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇൻഫ്ലേഷൻ ആദ്യമായിട്ട് എപ്പോഴാണ് 5 ഇയർ പ്ലാൻസിൽ വന്നതെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് ഓപ്ഷനിലായിട്ട് 1, 2, 3 അങ്ങനെ ഡിഫറെൻറ്റ് 5 ഇയർ പ്ലാൻസ് തന്നിട്ടുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ഇയർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തായാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ആ ഒരു ക്വസ്റ്റ്യൻ, ബിക്കോസ് ഇറ്റ്സ് ടു ഫാക്ച്വൽ. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോക്കണം, 1969 ബാങ്ക് നാഷണലൈസേഷൻ നടന്നു. അപ്പോൾ ബാങ്ക് നാഷണലൈസേഷൻ നടന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ആണ്. സോ ഇൻഫ്ലേഷൻ മസ്റ്റ് ഹാവ് കം ടു 5 ഇയർ, മസ്റ്റ് ഹാവ് ബീൻ മെൻഷൻ ഇൻ 5 ഇയർ പ്ലാൻ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഇയർ. അപ്പം ആ ഇയറിനെ കറസ്പോണ്ട് ചെയ്യുന്ന ഒരു 5 ഇയർ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കും ഓപ്ഷൻ. അങ്ങനെ ഒരു ലിങ്ക് ചെയ്ത് പഠിക്കാനുള്ളൊരു കേപ്പബിലിറ്റി, ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സിവിൽ സർവീസ്. എനിക്കൊന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിന് എന്നെ ഒരു സഹായിച്ചത് ഒരു ഫാക്ടർ ഇത്, ഇങ്ങനെ ഒരു ലിങ്കിങ് എനിക്ക് ഫോർച്ചുനേറ്റ്ലി പറ്റി. അതാണ് ഒരു വലിയ ഫാക്ടർ വന്നത്. ഇത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം എഴുതി കഴിഞ്ഞാൽ ആ ഒരു കീ വെച്ചിട്ട് നിങ്ങൾ വീണ്ടും തിരിച്ചു പോവുക. തിരിച്ചു പോയിട്ട് ഒന്നുകൂടെ നോക്കുക, ഏതൊക്കെ തെറ്റിയത് സില്ലി മിസ്റ്റേക്ക് ആയിരുന്നോ, അതോ അറിയാമായിരുന്നു തെറ്റിപ്പോയി എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ അങ്ങനെ തെറ്റാൻ കാരണം എന്ന് മനസ്സിലാക്കുക. മാക്സിമം തെറ്റുകൾ കുറയ്ക്കുക, അല്ലെങ്കിൽ മാക്സിമം റോങ് ആൻസേഴ്സ് കുറയ്ക്കാനാണ് നിങ്ങളുടെ ബേസിക് എംഫസിസ് ഉണ്ടാവേണ്ടത്. ഓക്കെ, ഇപ്പൊ ഈ മെയ് തൊട്ട് നമ്മളെ പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ നമുക്ക്? അപ്ലൈ എഴുതുന്നതിനൊന്നും കുഴപ്പമില്ല. അല്ല, നെക്സ്റ്റ് ഈ ഇയറിന് വേണ്ടി പഠിച്ചിട്ട് നെക്സ്റ്റ് ഇയറിന്റെ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാനുള്ള ഇതുണ്ടോ? അതെ, ആർക്കാണെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. എവറിബഡി ഈസ് ഈക്വലി പ്രോബിൾ ടു ക്ലിയർ. അത് എത്ര നേരത്തെ നിങ്ങൾ അങ്ങനെ ഒരു പാറ്റേൺ മനസ്സിലാക്കുകയും എത്ര നേരത്തെ നിങ്ങൾ ആ ഒരു എക്സാമായിട്ട് കംഫർട്ടബിൾ ആവുന്നു, അത്രയും നേരത്തെ നിങ്ങൾക്ക് ഈ സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്നാണ്. അപ്പൊ എന്തായാലും ജോലി കൊണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു അത്ഭുത വനിതയായിരിക്കും മീരയോട് ലഭിക്കുക. അപ്പം ബോംബെ പോലത്തെ ഒരു സ്ഥലത്ത് എന്തായാലും ഈവനിങ് ക്ലാസ്സസും മറ്റു കാര്യങ്ങളും കാണും. അപ്പം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്തായാലും വിജയാശംസകൾ നേരുന്നു. ഒരു M.Tech ഗ്രാജുവേറ്റ് ആണ്. എനിക്ക് ഒന്ന് ഉറപ്പായിട്ടും ഇന്റർവ്യൂവിൽ ചോദിച്ചാണ്, M.Tech ഗ്രാജുവേറ്റ് ആയിട്ടുള്ള M.Tech കിട്ടിയ ഒരാള്
ടെക്നിക്കലി പഠിച്ച ഒരാൾ സിവിൽ സർവീസിലോട്ട് വരും, അത് എക്കണോമിക്സ് എടുത്തുകൊണ്ട്. എന്റെ ചോദ്യം, എംടെക് പഠനം എത്രമാത്രം സഹായിച്ചു സിവിൽ സർവീസിലോട്ട് വരാനായിട്ട്? സത്യം പറഞ്ഞാൽ എംടെക് പഠനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ ഒരു പേഴ്സണാലിറ്റിയിൽ വന്ന ചേഞ്ച് ആയിരുന്നു. ആ ഒരു എംപത്തിയും സോഷ്യൽ ആയിട്ടുള്ളൊരു സൊസൈറ്റി ആയിട്ടുള്ളൊരു ലിങ്കും എല്ലാം എനിക്ക് എംടെക്കിൽ വന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വൈസ് എനിക്ക് എംടെക് ഭയങ്കരധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. ടെക്നിക്കൽ വൈസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ഫൈനലി ഒരു സിവിൽ സർവൻറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് ചെയ്യാനായിട്ട് എനിക്ക് എംടെക് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തൊരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ തരും, അതിന് സംഭവം യു ഹാവ് ടു ഡിസൈൻ. അപ്പം ആ ഒരു ക്വസ്റ്റ്യനെ ഡിസൈൻ ചെയ്യാനായിട്ട് പല മോഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് അതിനെ ലിങ്ക് ചെയ്യണം. സോ ആ ഒരു കാര്യം എനിക്കിപ്പം സിവിൽ സർവീസ് ആണ് എൻ്റെ കൺക്ലൂഷൻ അല്ലെങ്കിൽ എൻ്റെ ഫൈനൽ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെ എനിക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളൊരു ഡിസൈൻ ഉണ്ടാക്കാൻ എനിക്ക് ടു സം എക്സ്റ്റെന്റ് എംടെക് സഹായിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നുന്നത്. ഓക്കെ, കൊള്ളാം. എന്താ നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകൻ ചെയ്യുന്നുണ്ട് കോട്ടയത്ത് നിന്ന്, മോഹൻദാസ്. ഹലോ മോഹൻദാസ്, സ്വാഗതം അവസരത്തിലേക്ക്. എന്താണ് സംശയം? മോഹൻദാസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് സംശയം? ഹലോ സാറേ, എന്റെ മോക്ക് വേണ്ടി പറയുന്നേ. പറഞ്ഞോളൂ. കേൾക്കും സാറേ, എന്റെ മോക്ക് വേണ്ടിയാണേ. അപ്പം ഇതിന്റെ ഈ പലരും കോച്ചിങ് സെന്റർ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ പോയി പഠിക്കുന്നതിനോ ആണോ ഒരുപാട് പഠിത്തമായിട്ടും നല്ലതായിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, അത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തൊട്ടടുത്ത് അങ്ങനെയല്ല, എവിടെയെങ്കിലും ഒന്ന് ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് പോകാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഒരു ഐഡിയയും സിവിൽ സർവീസിനെ കുറിച്ച് ഇല്ലാത്ത ഒരാൾക്ക് ഒരു ചെറിയ ഹെൽപ്പായിരിക്കും. ഒരു പാത്ത് ഫൈൻഡർ എന്ന് പറഞ്ഞൊരു ബുക്ക് ദിവ്യ എസ് അയ്യർ ഇറക്കിയിട്ടുണ്ട്, അത് ഒന്ന് വായിച്ചു നോക്കാം. പാത്ത് ഫൈൻഡർ. അതെ, ആ ബുക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ഐഡിയ കിട്ടും എങ്ങനെയാണ് സിവിൽ സർവീസിന് പഠിക്കേണ്ടതെന്നുള്ള. നല്ല ഡീറ്റെയിൽ ആയിട്ട് IAS തന്നെ കിട്ടിയ ഒരു ചെയ്തതാണ്. ഇപ്പോഴത്തെ കോട്ടയത്തെ സബ് കളക്ടറാണ് ഡോക്ടർ ദിവ്യ അയ്യർ. നമ്മള് ദൂരദർശന സംവാദത്തിൽ സ്ഥിരം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. എനിക്കൊന്ന് കോട്ടയത്ത് നല്ല വളരെ അടുത്ത പാലായിൽ അക്കാഡമി ഉണ്ടല്ലോ, പാല സിവിൽ സർവീസ് അക്കാഡമി. ഇവിടെ ട്രിവാൻഡ്രത്ത് ഉണ്ട്, പാല അക്കാഡമി തന്നെ ഒരു സബ്സിഡറി പോലെ ഒരു ബ്രാഞ്ച് ഉണ്ട് കോട്ടയത്ത് നിന്ന് അടുത്ത്. അപ്പൊ അത് തന്നെ അറിയാം, പാല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പം അഥവാ ഒരു ട്രെയിനിങ് എടുക്കണമെങ്കിൽ പോകാം. മറ്റെന്തൊരു സംശയം ഉണ്ടോ മോഹൻദാസ്? ഓക്കെ, അപ്പം കുട്ടിക്ക് അവള് BSc ഫൈനൽ ഇയർ ആണ്, ഈ വർഷം ഫൈനൽ ഇയർ. അപ്പൊ കുട്ടിക്ക് ഇതൊന്നും താല്പര്യമുണ്ട്. അപ്പം നല്ല വായനകൾ വേണമല്ലോ സാറേ? വായന, ഈ പത്രം അത് കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ആണ്. ഇങ്ങനെ ഒരു സിവിൽ സർവീസിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു റീഡിംഗ് ഹാബിറ്റ് പെർട്ടിക്കുലർലി വേണം എന്നില്ല. എന്നുവെച്ചാൽ ഈ ബുക്കുകൾ വായിക്കുന്ന ഒരു പ്രകൃതമൊന്നും അധികം വേണം എന്നില്ല. ന്യൂസ് പേപ്പർ വായിക്കാൻ എനിക്കൊന്നും 5 ദിവസം നമ്മളൊരു 10 ദിവസം നമ്മൾ ന്യൂസ് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് വീണ്ടും അതിന്റെ ഡെവലപ്മെന്റ്സ് എന്തായി എന്ന് അറിയാനൊക്കെ ഉള്ളൊരു താല്പര്യം ഉണ്ടാവും. പിന്നെ ഈ സിവിൽ സർവീസിന്റെ ആ ഒരു സ്ട്രീമിലോട്ട് ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ കുറേ സിവിൽ സർവീസ് ഉണ്ടാകും, സിവിൽ സർവീസ് ആസ്പിറൻസ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഭയങ്കര അധികം അവർ സംസാരിക്കുന്നതിൽ നമ്മളും കൂടി ഇൻവോൾവ് ആകണം എന്നുള്ളൊരു താല്പര്യം കാരണം നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആകാൻ ശ്രമിക്കും. സോ നെറ്റില് ഇതിന്റെ സോഴ്സസ് മറ്റും റിസോഴ്സസ് അതെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഒരുപാട് ഉറപ്പായിട്ടും ഉണ്ട്. UPSCയുടെ വെബ്സൈറ്റില് കഴിഞ്ഞ കാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുഴുവൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ കുറെ സൈറ്റുകളിലും ഒക്കെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് കൊടുക്കാറുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ റൈറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്ന് ഉപയോഗകരമായിരിക്കും. പിന്നെ ആ ഒരു ആൻസർ ആരെയും കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കും. സാറിനെ സഹായിക്കാനായിട്ട് സാധിക്കും. ടീച്ചർ ആയതുകൊണ്ട് ആ ഒരു ഓർഗനൈസേഷൻ നന്നാക്കാൻ വളരെയധികം സഹായിക്കാൻ പറ്റും സാറിന്. ഏതായാലും വിളിച്ചതിന് വളരെയധികം നന്ദി. ഇപ്പൊ പെട്ടെന്ന് വെബ്സൈറ്റ്സിനെ പറ്റി അതുപോലെ തന്നെ FBA പറ്റി, കാരണം FBA ഫുൾ ചീത്ത പേരാണല്ലോ, പക്ഷെ നേരെ നിറയെ ഗ്രൂപ്പ്സ് ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ആ പ്രധാനപ്പെട്ട സൈറ്റ്സ് ഏതെല്ലാമാണ്, അത് മാത്രമല്ല ആ ഗ്രൂപ്പ്സ് ഏതെല്ലാം എന്ന് പറയുകയാണെങ്കിൽ ആസ്പിറൻസിന് അതിന് ജോയിൻ ചെയ്യാമല്ലോ. എനിക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തോന്നിയത് RAZKR എന്ന് പറഞ്ഞ റാസ്കർ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് ഒരു ആക്റ്റീവ് ഗ്രൂപ്പാണ്. പിന്നെ ടീം വർക്ക് ഫോർ CSE എന്ന് പറഞ്ഞൊരു അടുത്തൊരു ഗ്രൂപ്പ് ഉണ്ട്. ഇവർ രണ്ടുപേരാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ്. പിന്നെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒക്കെ ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്തൊന്നും ജോയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
പിന്നെ ഫോളോ ചെയ്യേണ്ട 2-3 വെബ്സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻസൈറ്റ്സ് ഓൺ ഇന്ത്യ എന്ന് പറഞ്ഞൊരു സൈറ്റാണ്. അതിപ്പോൾ വളരെയധികം പേര് കേട്ടോ, അല്ലെങ്കിൽ എല്ലാ സിവിൽ സർവൻറ്റ് ആസ്പിറൻറ്റും കേട്ടിട്ടുള്ളൊരു പേരായിരിക്കും ഇൻസൈറ്റ്സ് ഓൺ ഇന്ത്യ എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ IAS ബാബ എന്ന് പറഞ്ഞൊരു ഒരു സൈറ്റുകളും. ഇവർ രണ്ടുപേരും നല്ലോണം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആർട്ടിക്കിൾസും ഒരുപാട് മോട്ടിവേഷണൽ ആയിട്ടുള്ള ആർട്ടിക്കിൾസും അന്നുള്ള ഡെയിലി കറണ്ട് ഇവൻറ്റ്സും എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മൃണാൽ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അത് ഇപ്പോൾ എനിക്കൊന്ന് ഇൻസൈറ്റ്സ് ഓൺ ഇന്ത്യയാണ് ബെറ്റർ മൃണാലിനെക്കാട്ടിലും, ഇന്നത്തെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു സ്റ്റഡി മെറ്റീരിയലിന് വേണ്ടിയിട്ട് XAAM.in എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അവിടെ ഒരുപാട് കോച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആണ്. അതെല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു പ്രിലിംസ് ഒക്കെ അടുക്കുമ്പോഴത്തേനും ഈ സൈറ്റുകളിൽ തന്നെ ഒത്തിരി പ്രിലിംസ് ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിലിംസ് മെറ്റീരിയലും അല്ലെങ്കിൽ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അപ്ലോഡ് ചെയ്യും. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഈ ഡൽഹിയിൽ പോയി പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു അത് തെറ്റാണ്. എനിക്കൊന്നും ഡൽഹി പോകുന്നത് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ കോൺട്രാക്ട് ചെയ്യാനുള്ള സാധ്യതയും കൂടെ ഉണ്ട് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ. ഒന്ന്, ഡൽഹി ഈസ് വെരി എക്സ്പെൻസീവ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ചുറ്റും മൊത്തം ഭയങ്കര ആസ്പിറന്റ് ആയിരിക്കും. അപ്പോൾ അവരെല്ലാവരും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ കേട്ട അനുസരിച്ച് ചായക്കടയിൽ പോലും ഇരുന്ന് ഭയങ്കര വായനയായിരിക്കും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സ്ട്രെസ് ആയിരിക്കും, ഡീമോട്ടിവേറ്റഡ് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ എനിക്കൊന്നു നമ്മുടെ വീട്ടിൽ നിന്ന് മാറിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തന്നെ ഏതെങ്കിലും അക്കാഡമിയിൽ പോയാൽ മതി. ശങ്കർ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. ആവശ്യമുള്ള ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അതിനൊരു ഇറ്റ്സ് നോട്ട് സ്പൂൺ ഫുഡിങ് എനിമോർ. നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്നത് തന്നെയാണ്. അതിൻ്റെ ഒരു ബേസ് ഇടുക മാത്രമേ ഉള്ളൂ അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത്. അത് എവിടെയെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കാം. അല്ലാതെ സ്വന്തമായിട്ട് പഠിക്കാനാണെങ്കിലും മതി. പാത്ത്ഫൈൻഡർ ഈസ് ഫോർ പീപ്പിൾ ഹു ആർ നോട്ട് ഓപ്റ്റിംഗ് ഫോർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, എന്തായാലും മലപ്പുറത്ത് നിന്ന് കാതറിൻ എന്ന് പറഞ്ഞ പ്രേക്ഷക ചേരുന്നുണ്ട്. ഹലോ കാതറിൻ, സ്വാഗതം അവസരത്തിലേക്ക്. ഹലോ കാതറിൻ, എനിക്കൊന്ന് തെരഞ്ഞെടുപ്പിന്റെ ബഹളമാണെന്ന് തോന്നുന്നു അവിടെ നിന്നും. ഹലോ, എന്നാലും കാതറിൻ കേൾക്കുന്നുണ്ടോ? എനിക്കൊന്ന് ആ കോളും നമുക്കിവിടെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇപ്പം 7 പേപ്പർ 8ാമത്തെ കടമ്പ ഈസ് ഇന്റർവ്യൂ. ഇന്റർവ്യൂവിനെ പറ്റി പറയാം, കാരണം എല്ലാവർക്കും ഒരു നെഞ്ചെടുപ്പ് കൊടുക്കുന്ന ഒന്നാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? എന്തെല്ലാം ചോദ്യങ്ങളാണ് അവിടെ നിന്ന് ചോദിച്ചത്? എന്തായാലും ഉറപ്പായിട്ടും എക്കണോമിക്സ് ആൻഡ് MTech ലിങ്ക് എന്തായാലും ചോദിച്ചാണ്. എന്നാലും പ്രേക്ഷകർക്ക് അറിയാനായിട്ട് ഏത് രീതിയിലുള്ള ചോദ്യങ്ങളാണ്, എന്താണ് ആ ചോദ്യങ്ങളുടെ ഒരു സ്വഭാവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞല്ലോ, പ്രിലിംസ് കഴിയുമ്പോൾ നമ്മളൊരു ഡാഫ് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം എന്നാണ് അതിന്റെ പേര്. അത് നമ്മൾ പ്രിലിംസ് കഴിയുമ്പോഴത്തേനും UPSCക്ക് അയച്ചു കൊടുക്കും. ആ ഒരു ഡോക്യുമെന്റ് ആണ് നമ്മളുടെ കുറിച്ചുള്ള റെസ്യൂമേ. നമ്മുടെ റെസ്യൂമേയാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഡാഫ് എന്ന് പറയുന്നത്. അതാണ് ആ ഒരു ഇന്റർവ്യൂ പാനലിലുള്ള നമ്മുടെ കുറിച്ചുള്ള ഐഡിയ. അപ്പോൾ ഡാഫിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹോബീസ് ഒക്കെ എന്നാൽ ചോദിക്കും. ഇപ്പോൾ സിംഗിങ് ആണ് അതിന്റെ ഹോബി എന്നുണ്ടെങ്കിൽ അതിന്റെ സിംഗിങ്, നമ്മളുടെ ഇപ്പോഴത്തെ റീസെന്റ് അവാർഡ്സ് എന്തൊക്കെയാണ്, സിംഗിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചിരിക്കാം. നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് സിംഗർ ആരൊക്കെയാണ്, അതിനകത്ത് വന്ന അവാർഡ് എന്തൊക്കെയാണ്, റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചേക്കുക. അല്ല, ഒരു ഡാൻസിങ് ആണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഇന്റർവ്യൂവിൽ പറയുന്നത് എനിക്കൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ എന്ന് പറയുന്നതിന് സത്യം പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. നമുക്കറിയാം, ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ഫോർ എ പേഴ്സൺ, ഒരു ആൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ആണ്. അതെ, പറ്റില്ല. അതുകൊണ്ട് ഐ ഡോണ്ട് നോ, ഒരു കാര്യം ചോദിക്കുകയാണ്, സർ ഐ ഡോണ്ട് നോ എന്ന് പറയുന്നതിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. എല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ല മാർക്ക് കിട്ടണമെന്നില്ല. പലപ്പോഴും ഐ ഡോണ്ട് നോ പറയുന്ന ആൾക്കാർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. സോ അവർ നമ്മുടെ പേഴ്സണാലിറ്റിയെ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാമായിട്ടിരിക്കുക, ഒന്ന് ആലോചിച്ചതിന് ശേഷം ഉത്തരം പറയുക, ഒരു സെക്കൻഡ് പോസ് ചെയ്തതിന് ശേഷം ഉത്തരം പറയുക. ദാറ്റ് ഗിവ്സ് എൻ ഇംപ്രഷൻ ദാറ്റ് യു ആർ എലിജിബിൾ ഫോർ എ സിവിൽ സർവന്റ് എന്ന് തോന്നും. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് ഓർഗനൈസ് ചെയ്ത് ചാടിക്കേറി പറയാതിരിക്കുക. കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് പറയാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അതിലൂടെ നമുക്ക് അതിലേക്ക് വരാം. ഇപ്പൊ എന്തായാലും പാലക്കാട് നിന്നും ശ്രീജിത്ത് എന്ന പ്രേക്ഷകൻ, നേരത്തെ വിളിച്ച പ്രേക്ഷകൻ വീണ്ടും ചേരുന്നുണ്ട്. ഹലോ ശ്രീജിത്ത്, ഇക്കുറിയെങ്കിലും നമ്മോടൊപ്പം ഫോണിൽ വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ഹലോ ശ്രീജിത്ത്. ഇപ്പൊ കേൾക്കുന്നുണ്ട്. എന്താണ് സംശയം? ചോദിച്ചോളൂ. ഓക്കെ, ചോദ്യം ചോദിച്ചോളൂ. എന്താണ് സംശയം? എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്, നമ്മൾ ഇന്റർവ്യൂവിന് പറയുമ്പോൾ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടതെന്ന് ചോദിക്കാനാണ് വിളിച്ചത്. കേൾക്കുന്നില്ല, ഇത് ഏതാണ് വിശ്വസനീയോഗ്യമായിട്ടുള്ളത് നമുക്ക് അറിയുന്നില്ല. അപ്പൊ അതില് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം, നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളൊരു. ഓക്കെ ശ്രീജിത്ത്, നമ്മളിപ്പം ഇന്റർവ്യൂവിനെ പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്ത് അത് ശ്രദ്ധിച്ചോളൂ. നമ്മളിപ്പം
ബാക്കി കാര്യങ്ങളിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. അതെ, വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ഇരിക്കുക. നമ്മൾ ഈവൻ ഡ്യൂറിങ് സിവിൽ സർവീസ് ഈ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ ആ ഒരു പഠന സമയങ്ങളിൽ തന്നെ നമ്മൾ ആ ഒരു ബ്യൂറോക്രാറ്റിനെ പോലെ ചിന്തിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേനും അതിനകത്ത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും എല്ലാവർക്കും നല്ല രീതിയിൽ വിൻ വിൻ സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള എന്ത് പറയുമ്പോഴും ഒരു ഓത്തന്റിസിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഒരു ട്രേറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ ക്യാരക്ടറിൽ. അപ്പം അത് ഒരു ഇന്റർവ്യൂ പ്രോസസ്സിന് വളരെ സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്താൽ മതി. ഇന്റർവ്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ടെസ്റ്റിംഗ് യുവർ പേഴ്സണാലിറ്റി. അവർ നിങ്ങളെ ജഡ്ജ് ചെയ്തോളും. നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്താലും ശരി, ഒട്ടും പേടിക്കാണ്ട് വളരെ കാമായിട്ട് പോയിരിക്കുക. എല്ലാവരെയും ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുക. ഒരുപാട് ഹംബിൾനെസ് ആണ്. ബി യുവർ സെൽഫ്. നമ്മൾ എങ്ങനെയാണോ അതേപോലെ തന്നെ പ്രസന്റ് ചെയ്യുക. ഒരുപാട് ഹംബിൾനെസ് കൂട്ടി സംസാരിക്കേണ്ടൊന്നും ആവശ്യമില്ല. ദാറ്റ് വിൽ ബി ഹൈഡിങ് എന്ന് പറയുന്ന ഒരു മാസ്കറേഡിങ് അവർ ക്യാരക്ടർ എന്ന് പറയുന്ന പോലെ. അതെ അതെ, അങ്ങനെ വരുമ്പോഴത്തേക്കും ഭയങ്കര അധികം തെറ്റായ ഇംപ്രഷൻ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശരിക്കും ഇന്റർവ്യൂവിന്റെ മാർക്കിനെക്കാട്ടിലും മെയിൻസിന്റെ മാർക്ക് നല്ലോണം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇന്റർവ്യൂവിന്റെ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതോടൊപ്പം മെയിൻസ് മാർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റാങ്ക് എത്താൻ പാടാണ്. എനിക്കൊന്ന് ഇതിന് മുമ്പത്തെ ഒരു അവസരത്തിൽ ഞാൻ അറിഞ്ഞു കേട്ടതാണ്. കാരണം ഏറ്റവും ടോപ്പ് മാർക്ക് ലഭിച്ചു ഇന്റർവ്യൂവിന്, പക്ഷെ ഇതുപോലെ പേപ്പറിൽ കുറച്ച് മാർക്ക് മുന്നോട്ട് വന്നത് കാരണം അത്ര മികച്ച റാങ്ക് ലഭിക്കാതെ പോയ വ്യക്തികളും ഉണ്ട്. എല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് മെയിൻസിന്. അതെ, മെയിൻസിനാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുറച്ചൊക്കെ ലക്ക് ഫാക്ടർ ഉണ്ട് ഈ ഒരു മൊത്തം എക്സാമിനേഷന്. കാരണം നമ്മൾ സബ്ജക്റ്റീവ് ആണ്, ആര് കറക്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് ചിലപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തായിരിക്കും. സോ ഹാവ് ഫെയ്ത്ത്. എപ്പോഴും ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. വി ആർ കേപ്പബിൾ, ഇൻഡീഡ് കേപ്പബിൾ എന്ന് പറയുക. നമ്മളുടെ വെൽ വിഷേഴ്സിൻ്റെ ഒക്കെ എപ്പോഴും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുക എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോഴൊക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇനിയൊന്നും വളരെയധികം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കിട്ടും. നമ്മുടെ മനസ്സ് എനിക്കൊന്നും പോസിറ്റീവ് ആണെങ്കിൽ, നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് ആണെങ്കിൽ, പോസിറ്റീവ് എനർജി നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. ദാറ്റ് ഇസ്, ഐ തിങ്ക്, ഇസ് ലക്ക്. ഓക്കെ, എന്തെങ്കിലും ചോദ്യങ്ങളായിരുന്നു കൂടുതലായിട്ടും ചോദിച്ചത്? ചോദ്യങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. എന്നോട് ചോദിച്ച 3-4 ക്വസ്റ്റ്യൻസ് വെച്ചാൽ, ഒന്ന് ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ സിവിൽ സർവീസിൽ വരുന്നു, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, MBA എടുത്തുകൂടായിരുന്നോ എന്നൊക്കെ ഉള്ളവരായിരുന്നു ആദ്യത്തെ ഇനീഷ്യൽ ക്വസ്റ്റ്യൻസ്. അതിനുള്ള ഒരു ഉത്തരം നൽകിയത് ഞാൻ പറഞ്ഞു എനിക്ക് കുറെയൊക്കെ ജഡ്ജ് ചെയ്യാൻ. ഞാൻ ഇപ്പൊ പറഞ്ഞ ഉത്തരം തന്നെയാണ് അതിന് അന്ന് പറഞ്ഞപ്പോൾ അത്രയും. കാരണം ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു ഇന്റർവ്യൂ ആയതുകൊണ്ട് ഇത്തിരി ആങ്ഷ്യസ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ എത്രത്തോളം നല്ലതെന്ന് എനിക്ക് അറിയില്ല. സോ ഇതന്നെ ഈ ഒരു കാര്യം വളരെ നല്ല ഉത്തരവായിരുന്നു. അപ്പൊ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ. അതെ അതെ, ഇന്റർവ്യൂ ആണെങ്കിൽ മോക്ക് ഇന്റർവ്യൂ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും മോക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പലരും പല അഭിപ്രായങ്ങൾ പറയും. ഒരുപാട് മോക്ക് ഇന്റർവ്യൂവിന് പോകണ്ട എന്നുള്ളതാണ് ഒരു ജനറൽ അഭിപ്രായം. കാരണം നമുക്ക് എവിടെ വെച്ച് കംഫർട്ടബിൾ ആയി തോന്നുന്നു അവിടെ നിർത്തുക എന്നുള്ളതാണ് എനിക്ക്. ഇതിനിടയിൽ നമുക്കിപ്പോ നമ്മൾ അവസാന പ്രേക്ഷകനാണ് കോളറായിട്ട് നിൽക്കുന്നത്. ഹലോ, സംസാരിച്ചോളൂ, എന്താണ് ചോദ്യം? ഹലോ ഹലോ, ആരാണ്, എന്താണ് ചോദ്യം? ചോദിച്ചോളൂ. താങ്ക് യു ആരതി. ചേച്ചി, ഞാനിപ്പോ ഒരു ബിടെക് സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. അപ്പം എനിക്ക് IAS കോച്ചിങ് പോയി തുടങ്ങണോ എന്നാണ് എന്റെ ഡൗട്ട്. അതായത് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് പോലെ സാറ്റർഡേ സൺഡേ പോയി തുടങ്ങണോ എന്നാണ് എന്റെ ഡൗട്ട്. പോയി തുടങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ബിടെക്കിന്റെ ഇടയ്ക്കൂടെ ഫൗണ്ടേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഇനി അങ്ങോട്ട് എന്തൊക്കെ വായിക്കണം, എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു കാര്യം അറിയാൻ പറ്റും. സോ 2 years നമ്മൾ പേപ്പർ വായിക്കുമ്പോൾ നല്ലോണം എംപവേർഡ്, നല്ലോണം ഒരു വിവരമൊക്കെ വെക്കും. നമുക്ക് ബിടെക് കഴിയുമ്പോഴത്തേക്കും 21 years യു ക്യാൻ അറ്റംപ്റ്റ് ഈസിലി. ട്രിവാൻഡ്രത്ത് സിവിൽ സർവീസ് അക്കാഡമി ഉണ്ട്, സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, CSI പാല അക്കാഡമി ഉണ്ട്. അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഫോർച്യൂൺ അക്കാഡമി ഉണ്ട്, കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള NSS ഉണ്ട്. എല്ലാ അക്കാഡമിയും ഈക്വലി ഗുഡാണ്. നമ്മൾ ഫൈനലി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ ഉണ്ടെന്നല്ല, അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെ ഉണ്ടെന്നാണ് നോക്കുന്നത്. ആൻഡ് ഹൗ ഡെഡിക്കേറ്റഡ് യു ആർ എന്നുള്ളതനുസരിച്ച് റിസൾട്ട് വരും. എന്തായാലും ആരതി, നമ്മുടെ സമയം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിരിക്കും. എന്തായാലും വിളിച്ചതിന് വളരെയധികം നന്ദി. ഇത്രയും നേരം നമ്മോടൊപ്പം പങ്കെടുത്തതിന്, ഇത്രയും വിശദമായി നമ്മോടൊപ്പം സംസാരിച്ചതിന്. ഭാവിയിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു സിവിൽ സർവന്റ് ആണ്. മുന്നോട്ട് അതുപോലെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥന ഞാൻ നേരുന്നു. പ്രേക്ഷകരൊപ്പം ദൂരദർശന്റെ പേരിൽ നേരുന്നു. എന്തായാലും ഇത്രയും നേരം നമ്മോടൊപ്പം പങ്കെടുത്തതിന് വളരെ നന്ദി ഗായത്രി. താങ്ക് യു.